അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രൊജക്റ്റ് കേട്ടോ. വണ്ടി നമുക്ക് വയനാട് നിന്നൊരു വണ്ടിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഈ വണ്ടി നമ്മൾ പണിതിട്ടുണ്ട്. ഹായ്, ഇറ്റ്സ് മീ ഷമീർ ഖോയ്സൻ ഫ്രം F&F Motorsports. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു വണ്ടി നമുക്ക് വയനാട് നിന്നൊരു വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കളറ് കംപ്ലീറ്റ് നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് ഇതിന് മുമ്പത്തെ റീൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ദിവസമായി നമ്മളെ ഗ്യാരേജിലായിരുന്നു വണ്ടി, കാരണം അവർക്ക് അർജൻറ്റ് ഇല്ലാത്തതുകൊണ്ട് പതിയെ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുക, നമ്മൾ കളർ ഒരു പുതിയ കളറാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ സ്കേർട്ട്, ഫ്രണ്ടും ബാക്കും സ്കേർട്ട്, ആഫ്റ്റർ മാർക്കറ്റ് ലാമ്പ്, ടൈൽ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മളൊരു കളർ തന്നെയാണ്, കാരണം ഒരു യുണീക്ക് കളറാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു ഗ്രേ ടച്ചൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് ഗ്രേ അല്ല കേട്ടോ. ഇത് നമുക്ക് ഹുണ്ടായിൽ വരുന്ന ഒരു പുതിയ കളറാണ് നമ്മളിതിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 2-3 തവണ നമ്മൾ സാമ്പിൾ നോക്കിയതിൻ്റെ ശേഷം മാത്രമാണ് നമ്മളിത് ഒരു വണ്ടി മൊത്തമായിട്ട് നമ്മൾ അടിച്ചിട്ടുള്ളത്. അതൊരു നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കളറാണ്, കാരണം ഒരു സൺലൈറ്റിലൊക്കെ നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കളർ തന്നെയാണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്ത മെയിൻ മാറ്റം. പിന്നീട് നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാമ്പ് നമ്മൾ എല്ലാ വണ്ടിയിലും ഒരുവിധം 99% നമ്മൾ ചെയ്ത വണ്ടികളും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാമ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മളൊരു ക്രോം പ്ലേറ്റിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല, അതും നമ്മൾ ഹെഡ്ലാമ്പ് ചെയ്ത പോലെ തന്നെ നമ്മൾ 90.90% വണ്ടികളിലും നമ്മൾ ആ ഒരു ക്രോം പ്ലേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മളെ സ്റ്റെല്ലർ, അതായത് നമ്മൾ ക്രിസ്റ്റയ്ക്ക് വരുന്ന ഒരു സ്റ്റെല്ലർ ടൈപ്പ് സ്കേർട്ട് നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഡുവൽ ടോൺ കളറിൽ, കാരണം ആ ഒരു ബോഡി കളറും അതേപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള ചില കട്ടിങ്സും കാര്യങ്ങളും ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിലും നമ്മളത് പ്രത്യേകം നല്ല രീതിയിലൊരു അറ്റാച്ച്മെൻ്റ് ആക്കിയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ ഒരു IND ടൈപ്പ് നമ്പർ പ്ലേറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോഗ് ലാമ്പിൻ്റെ കവർ, കാരണം നമ്മളൊരു ക്രോം ഡേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ക്രോം പോർഷൻസ് കംപ്ലീറ്റ് നമ്മളൊരു ബ്ലാക്കിലേക്കാണ് അപ്ഡേറ്റ് ചെയ്യുക. പിന്നീട് സ്കേർട്ടിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ്, കാരണം നമ്മളത് ബീഡിങ് ഇട്ടല്ല കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു കണ്ടിന്യൂഷൻ മോഡൽ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വേറെ ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയൊരു മാറ്റങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. മെയിൻ ഹൈലൈറ്റ് കളർ തന്നെയാണ്. അതേപോലെ തന്നെ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അലോയ്സ്, നമ്മൾ ആ ഒരു സ്റ്റോക്ക് അലോയ്സ് ആയിരുന്നു. നമ്മളൊരു 2005-2006 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ വണ്ടിൻ്റെ അലോയ്സാണ്. പക്ഷേ ഈ വണ്ടി 2011 മോഡൽ വണ്ടി കേട്ടോ. ഇത് സെക്കൻഡ് അലോയ്സ് ചിലപ്പോൾ അവർ കയറ്റിയതാവാം. പിന്നീട് നമ്മളൊരു മിറർ ക്യാപ്പ് കണ്ടോ, ആ ഒരു മിറർ ക്യാപ്പ് നമ്മൾ ആ ഒരു ബ്ലാക്ക്, ആ ഒരു ഗ്ലോസി ബ്ലാക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങൾ നമ്മൾ സൈഡിൽ ചെയ്തിട്ടില്ല. അതേപോലെ നമ്മൾ ഈ ഡോറിൻ്റെ ഒരു പില്ലറുണ്ടോ, ഈ പില്ലറൊക്കെ നമ്മൾ സ്റ്റിക്കറല്ല പെയിൻറ്റിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. വേറെ വലിയൊരു മാറ്റങ്ങളൊന്നും നമ്മളൊരു സൈഡ് പോർഷനിൽ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇൻറ്റീരിയർ പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുണ്ട്. മെയിൻലി നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഇൻറ്റീരിയർ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഇൻറ്റീരിയർ പെയിൻറ്റിങ് നമ്മൾ ഡുവൽ ടോണിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡാർക്ക് കോഫിയിലാണ്, കോഫിയും അതേപോലെ തന്നെ ബ്ലാക്കും കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ ആൻഡ്രോയിഡ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളതിൻ്റെ പാനലും കാര്യങ്ങളും അതൊരു ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ അണ്ടർ പോർഷൻ കണ്ടോ, കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ഡാർക്ക് കോഫി ബ്രൗണിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മളൊരു ഗിയർ ബൂട്ട്, അതേപോലെ തന്നെ ഗിയർ നോബ് കണ്ടോ, ഗിയർ നോബൊക്കെ നമ്മൾ ഒരുവിധം വീഡിയോയിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. പിന്നീട് ജസ്റ്റ് നമ്മൾ ഹാൻഡ് ബ്രേക്കിന് കവർ, അതേപോലെ നമ്മളെ കൺസോൾ ബോക്സ് കവർ, ആംബ്രസ്റ്റ് കവർ, പിന്നീട് സീറ്റാണ് കേട്ടോ. അപ്പോൾ സീറ്റ് നമ്മൾ നല്ല രീതിയിൽ കസ്റ്റം ചെയ്തിട്ടുണ്ട്. തൈ സപ്പോർട്ടും വിങ് സപ്പോർട്ടും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുള്ളി നമ്മൾ ഫോം സെറ്റിങ്സ് ആണ് കേട്ടോ, ഫുള്ളായിട്ട് നമ്മൾ ഫോം സെറ്റിങ്സ് ആണ്. പിന്നെ നമ്മൾ സ്റ്റിച്ചിൻ്റെ കാര്യം നമ്മൾ എല്ലാവരിലും പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഷോർട്സ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഫ്ലോർ മാറ്റ് നമുക്ക് ലെതർ ടൈപ്പാണ് കേട്ടോ. ഇത് ബട്ടൺ ടൈപ്പാണ്, പക്ഷേ ഇത് ലെതർ ടൈപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡോർ പാഡും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഷോർട്സ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡോർ പാഡും നമ്മൾ പെയിൻറ്റിങ് ഡുവൽ ടോണിലാണ്. പിന്നീട് റൂഫ് ക്ലോത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ കേട്ടോ. റൂഫ് പെയിൻറ്റിങ് അല്ല, റൂഫ് ക്ലോത്ത് ആണ് കണ്ടോ, നല്ല രീതിയിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ഷോട്ട് നമ്മൾ എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട്.
അതേപോലെ തന്നെ ബാക്ക് പോർഷനിൽ വരുമ്പോഴും കുറച്ചധികം അപ്ഡേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്പോയിലർ നമ്മളെ ടൈപ്പ് 4ൻ്റെ സ്പോയിലർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പോയിലർ നമ്മൾ ബ്ലാക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, നമ്മളൊരു ബോഡി കളറല്ല. പിന്നീട് വൈഫർ ബ്ലേഡും ആകുമ്പോൾ നമ്മൾ ഒരു റീപ്ലേസ് ആണ്. പിന്നീട് നമ്മൾ ഡിക്കിപ്പട്ടി എല്ലാ വണ്ടിയിലും ചെയ്യുന്നതാണ്. ദെൻ നമ്പർ പ്ലേറ്റ്സും അതൊന്നും നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. പിന്നീട് ടൈൽ ലാമ്പ് നമ്മൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ടൈൽ ലാമ്പ് ആ റെഡ് ഫിനിഷാണ് നമ്മളിൽ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റിയർ സ്കേർട്ടാണ് കേട്ടോ. റിയർ സ്കേർട്ട് ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്രിസ്റ്റ സ്റ്റെല്ലർ ടൈപ്പ് സ്കേർട്ടാണ് നമ്മളിതിൻ്റെ റിയറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും നമ്മളൊരു ഡുവൽ ടോൺ കളർ, കാരണം ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനൊക്കെ നമ്മളൊരു ബ്ലാക്കിലേക്ക് ഡുവൽ ടോണായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്കേർട്ടിൽ തന്നെ നമ്മളാ ഒരു സ്കേർട്ട് ഡിആറിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളെ ഒരു വണ്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട്. കാരണം അത് ഡയറക്റ്റ് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ ചെയ്ത ഹെഡ് ലാമ്പ് ആയിക്കോട്ടെ, അതേപോലെ ടൈൽ ലാമ്പ് ആയിക്കോട്ടെ, പിന്നീട് നമ്മളൊരു സ്കേർട്സ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സ്കേർട്ടാണെന്ന് ഞാൻ പറഞ്ഞു, കാരണം ഫ്രണ്ടും ബാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇൻറ്റീരിയർ റൂഫ് ക്ലോത്ത്, സീറ്റ് വർക്ക്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ ഇൻറ്റീരിയറിൻ്റെ കളർ അപ്ഡേഷൻ, ഇതൊക്കെയാണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. എന്തെന്നായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ മറക്കണ്ട, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ജസ്റ്റ് നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.